കിടപ്പ് രോഗിയായ വൃദ്ധമാതാവിനെയും കുടുംബത്തെയും കുടിയൊഴിപ്പിക്കാനുള്ള നീക്കം CPIM പ്രവർത്തകർ ഇടപെട്ട് തടഞ്ഞു. മടിക്കൈ ബംഗളം കൂട്ടപ്പുനയിലെ 85-കാരി നാരായണയും മകനും ഭാര്യയും 2 പെൺകുട്ടികളും അടങ്ങുന്ന കുടുംബത്തെയാണ് യൂണിയൻ ബാങ്കിന്റെ നീലേശ്വരം ശാഖാധികൃതർ കുടിയൊഴിപ്പിക്കാനായി എത്തിയത്. This news sponsored by ഏനപ്പോയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കൊടിയൽ ബയൽ, മംഗളൂർ. നാരായണയുടെ മകൻ PV ചന്ദ്രൻ പ്രവാസിയായിരിക്കെയാണ് യൂണിയൻ ബാങ്കിൽ നിന്നും വീട് പണിയാനായി 16 ലക്ഷം രൂപ വായ്പയെടുത്തത്. കോവിഡ് കാലത്ത് ജോലി നഷ്ടപ്പെട്ട ചന്ദ്രൻ നാട്ടിലേക്ക് തിരിച്ചെത്തിയതോടെ വായ്പാ തിരിച്ചടവ് മുടങ്ങുകയായിരുന്നു. 16 ലക്ഷം രൂപ വായ്പയെടുത്തതിൽ 14 ലക്ഷം രൂപ തിരിച്ചടച്ചെങ്കിലും ഇത് പലിശയിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്തത്. കോവിഡ് സമയത്ത് തന്നെ മൊറട്ടോറിയത്തിന് എഴുതി കൊടുത്തിരുന്നുവെങ്കിലും ശാഖാ മാനേജർ അപേക്ഷ ഹെഡ് ഓഫീസിലേക്ക് അയച്ചില്ലത്രേ. ഇതോടെയാണ് വായ്പാ പലിശ ഇരട്ടിച്ചത്. കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ മാത്രം 4 ലക്ഷം രൂപ ചന്ദ്രൻ ബാങ്കിൽ അടച്ചിട്ടുണ്ടെങ്കിലും ഇതെല്ലാം പലിശയിൽ വരവ് വെക്കുകയാണ് ചെയ്തത്. ഇതിന് പിന്നാലെയാണ് കിടപ്പ് രോഗിയും 85-കാരിയുമായ നാരായണയെയും കുടുംബത്തെയും കുടിയിറക്കാനായി ബാങ്ക് അധികൃതർ എത്തിയത്. എന്നാൽ വിവരമറിഞ്ഞെത്തിയ CPIM പ്രവർത്തകരുടെ ഇടപെടലിനെ തുടർന്ന് ബാങ്ക് അധികൃതർ ജപ്തി നടപടിയിൽ നിന്നും പിന്തിരിഞ്ഞു. ഒരു കുടുംബത്തിന് പുറത്തേക്ക് ഇറക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അങ്ങനെ ഇല്ല, പൈസ തരുന്നില്ല. അപ്പൊ നിങ്ങൾ ബാക്കി നമ്മൾ പോയിക്കോന്ന് അല്ല, അതൊന്നും വിഷയമല്ലാതെ അതൊന്നുണ്ടാവും. അതുകൊണ്ട് ഇവരിപ്പോ പൈസ അട്ടിക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് തരാതിരിക്കുന്നതല്ല. അതൊന്നും പറഞ്ഞ കാര്യമില്ല. നിങ്ങളുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് വന്നേ. പലിശ ഇനത്തിലുള്ള 1 ലക്ഷം രൂപ ഈ മാസം 17-നും ബാക്കി തുക 2 മാസത്തിനുള്ളിലും അടച്ചു തീർക്കാനും പിന്നീടുള്ള തുക ഗഡുക്കളായി അടക്കാമെന്നുമുള്ള തീരുമാനത്തിലാണ് ബാങ്ക് അധികൃതർ പിരിഞ്ഞുപോയത്. കിടപ്പ് രോഗിയായ വൃദ്ധയെ ഉൾപ്പെടെ കുടിയിറക്കാനുള്ള ശ്രമത്തെ CPIM ശക്തമായി അപലപിച്ചു. CPIM മടിക്കയിൽ വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി K. പ്രഭാകരൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ശശീന്ദ്രൻ മടിക്കൈ, KM വിനോദ്, മറ്റ് നേതാക്കളായ V. കുട്ടിൻ മാസ്റ്റർ, K. രാജൻ, ഷിബിൻ ബാലൊടി, മിഥുൻ, ജയന്തൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കുടിയൊഴിപ്പിക്കൽ നടപടി തടഞ്ഞത്. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.